നമുക്ക് ഒരു ഇൻ്റർവ്യൂവിന് എക്സും വൈയും അപ്പിയർ ചെയ്തു. എക്സ് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/4ഉം വൈ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/7ഉമാണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരാൾ മാത്രം സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എക്സ് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റീനെ പി ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്തു. അത് 1/4 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് സെലക്ട് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് എക്സ് ബാർ എന്ന് ഡിനോട്ട് ചെയ്യാം. അത് 1 - 1/4 ആണ് വരിക, വിച്ച് ഈസ് ഈക്വൽ ടു 3/4. സിമിലർലി നമുക്ക് വൈ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റീനെ പി ഓഫ് വൈ എന്ന് ഡിനോട്ട് ചെയ്യാം. അത് 1/7 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വൈ സെലക്ട് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 6/7 ആയിരിക്കും. ഇനി നമുക്ക് ഒരാൾ മാത്രമേ സെലക്ട് ചെയ്യാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സെലക്ട് ചെയ്യുമ്പം വൈ സെലക്ട് ചെയ്യരുത്, വൈ സെലക്ട് ചെയ്യുമ്പം എക്സിനെ സെലക്ട് ചെയ്യാൻ പാടില്ല. സോ നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പി ഓഫ് എക്സ് ചെയ്യുമ്പം വൈ സെലക്ട് ചെയ്യുന്നത്, അപ്പോൾ പി ഓഫ് വൈ ബാർ പ്ലസ് വൈ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് സെലക്ട് ചെയ്യാൻ പാടില്ല. സോ പി ഓഫ് വൈ ഇൻറ്റു പി ഓഫ് എക്സ് ബാർ. ഇതിൻ്റെ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് എന്ന് പറയുമ്പോൾ 1/4 ഇൻറ്റു വൈ സെലക്ട് ചെയ്യാതിരിക്കാനുള്ളത് 6/7 പ്ലസ് വൈ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/7 ആണ് ഇൻറ്റു 3/4. സോ 6/28 പ്ലസ് 3/28 വിച്ച് ഇസ് ഈക്വൽ ടു 9/28 ആണ് വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ.